15 കൊല്ലം വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടില്ലേ. എനിക്ക് കെട്ടിച്ചു വിട്ട ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ വേണ്ട അകത്ത് കിടന്ന് ഓടരുത്. മറിച്ച് ഒരു 15 കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം കിട്ടണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല. ഇവിടെ നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കണം. നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ 2 പ്രസവമൊക്കെ കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ല അമ്മയമ്മ അങ്ങനെ പറഞ്ഞ് അമ്മയമ്മ അതുകൊണ്ട് കുശിച്ചിട്ട് എന്നെ ഒഴിവാക്കി, എന്നെ പുറത്താക്കി, ഭർത്താവ് വന്നപ്പോൾ അവിടെ കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അത് അവരാങ്ങളെയും മക്കളും അല്ലേ, അവരമ്മയും മക്കളും അല്ലേ, അതുങ്ങൾ ഒരു രക്തമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ കഴുതകൾക്കില്ല പലതിനും. അപ്പോൾ തന്നെ അവിടെ കയറി വെളിച്ചപ്പാടാകും. വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ, നമ്മൾ സ്വന്തം കാലം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. മുത്തവരാണെങ്കിൽ എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തേക്കണം. എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്. എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ചാൽ നിങ്ങൾ എന്ത് കാണിക്കാനാ? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് പ്രസവിക്കാൻ പോയച്ചും തിരിച്ചു വന്നിട്ട് അവൾ വരണില്ല. അവളെന്താ പറയണത്? മാറി താമസിച്ചാൽ വരത്തുള്ളതെന്നാണ് പറയണത്. നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്താ വെച്ചാൽ 2 പെങ്ങന്മാർ പറഞ്ഞു വിടാനുണ്ട്. ഒരമ്മയുണ്ട്, മൂത്തനെ കെട്ടിച്ചതിൻ്റെ കാശിന് കടം തീർന്നിട്ടില്ല. പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഏത് പൊട്ടിക്കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന്. പക്ഷെ അവൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് പ്രസവിച്ച് കാണിക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അവനെ പറ്റിക്കണം. അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ്. നാട്ടുകാരുടെ മുമ്പിൽ പെറ്റതാണെന്ന് വെച്ചാൽ പെറ്റതാണ്, കെട്ടിയതാണെന്ന് കെട്ടിയതാണ്, കുഴപ്പമില്ല. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസവിച്ച് നിൽപ്പുണ്ടെന്ന് അറിയാമോ? വീട്ടിൽ വന്ന് പ്രസവിച്ച് നിൽക്കുകയാണ്. ഇനി അവനെ വെച്ച് കഴിഞ്ഞാൽ അവനോട് മൂക്ക് കൊണ്ട് ഉണ്ടാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവിടെ ഒരു ജീവിതത്തിലാകും. നിങ്ങൾ ഉടമ്പടി എടുക്കണ കൊള്ളാം, പക്ഷേ ഉഡായിപ്പുണ്ടാക്കരുത് ജീവിതത്തിൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കുന്നത്. അവിശ്വാസിയ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം നിങ്ങളെന്താ പറയണത്? ഞാനിവിടുത്തെ അവിടെ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, അവിടെ പ്രാർത്ഥനയുമില്ല, പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല. ഞാൻ അപ്പോൾ നീ ഒരു അൽപ്പം പുണ്യാളത്തിയാ? അല്ല എന്താ വെച്ചാൽ ഇവിടെ പറയണാണേ, അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനെ ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും. എന്താ പ്രശ്നത്തിൽ? അതായത് അവരെ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ജന്മന കുറ്റവാളികളായതുകൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ഇപ്പോൾ ചില ചേട്ടത്തിമാരൊക്കെ ഒന്നിച്ചും കൊണ്ട് ഭർത്താവിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് തരും. ഞാൻ എന്താ പരിപാടി? ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ